ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളേവരെയും ഹാർദവമായി രാത്രി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ബുക്ക് ഓഫ് 2 Kings chapter 3 verses 16 and 17. ഇതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആമേൻ. അനുഗ്രഹീതമായ ഈ വചനത്തിനായി ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അസാധ്യതകളുടെ ആമേൻ നടുവിൽ സകലവും സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ നാം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ വചനങ്ങളൊക്കെ ഘോഷിക്കുന്നത്. വളരെയധികം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ലോക ജനതയും നമ്മളുമായിരിക്കുമ്പോൾ രാത്രി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവയ്ക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ തടസ്സങ്ങളോ കഷ്ടങ്ങളോ എന്തുമാകട്ടെ, എന്നാൽ വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതൊന്നും ഒരു പ്രശ്നമാകുവാൻ ഉള്ള യാതൊരു സാധ്യതയുമില്ല. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ദൈവികമായ സമയമുണ്ട്, ടൈം ടേബിളുണ്ട്. ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ടുമാണ് നടപ്പാകുന്നത്. അതങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മിൽ അനേകരും പലരും ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ട്. നമുക്ക് എന്തുകൊണ്ടാണിത് മനസ്സിലാകാത്തത്? നാം കർത്താവിനോട് ചോദിക്കാത്തത് കൊണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. യെരമ്യാവ് കാവൽ പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യമാണ് ഉണ്ടായതെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കണമേ, യെരമ്യാവിനോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പിക്കാൻ നിർണയിച്ചിരിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താ അരുളി ചെയ്യുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മോടുള്ള ദൈവിക അരുളപ്പാടുകളും വചനങ്ങളും നാം പലപ്പോഴും അതിൻ്റെതായ ഗൗരവത്തിൽ ഏറ്റെടുക്കാറില്ല. അതിനെക്കുറിച്ച് നാം ആഴത്തിൽ ചിന്തിക്കാറുമില്ല. ചിലതൊക്കെ കേട്ടിട്ട് നമ്മൾ അങ്ങനെയും വിട്ടുകളയാറില്ലേ? അതാരാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നാം അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ദൈവം എന്ത് കരുതുമെന്ന് പോലും നമ്മൾ ഓർക്കാറില്ലല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? നാം ദൈവത്തെയും ദൈവിക അരുളപ്പാടുകളെയും ഗൗരവമായി കാണുന്നില്ല. ദൈവത്തിന് അർഹിക്കുന്ന ബഹുമാനവും ആദരവും ഒന്നും നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളത് തന്നെ. ഒരു കാര്യം ദൈവം നമ്മോട് പറഞ്ഞാൽ, ഇതെന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണല്ലോ എന്ന് തിരക്കാറില്ല നമ്മൾ. എന്നാൽ അപ്പോൾ തന്നെ പ്രതിസന്ധികൾ നടുവിലാകുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെടാറുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിക്കാൻ. സർവശക്തനായ ദൈവത്തിൻ്റെ സകലവും അറിയുന്നവൻ, സകലത്തെയും
നിയന്ത്രിക്കുന്നവൻ സകലത്തെ ഉണ്ടാക്കിയവനാ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രം മുഴുവനും തിരിഞ്ഞു കറങ്ങാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുവാൻ, ഒരു നാഴികക്കല്ലായി മാറുവാൻ, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ കരകയറ്റുവാനും കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. പത്രോസിനെ നോക്കിക്കേ, വളരെയധികം നിരാശനായി രാത്രി കൊണ്ട് അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വളരെ നിരാശയോടെ സങ്കടത്തോടെ വല കഴുകിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുത്തുന്നത് പത്രോസിന് മുമ്പിൽ അതിരാവിലെ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു അവിടെ കടന്നു വരികയാണ്. അവൻ്റെ ജീവിതത്തിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വേസ്റ്റ്ഫുൾ നൈറ്റ്, ഒന്നും കിട്ടാതെ അധ്വാനിച്ചിട്ടും തൻ്റെ അധ്വാനത്തിനോ തൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത ഒരു രാത്രി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കഴിഞ്ഞ രാത്രി അത് അങ്ങനെയുള്ള രാത്രിയായിരുന്നു. ആമേൻ. അത് പത്രോസിൻ്റെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ട ഒരു രാത്രിയാണ്. ദൈവപ്രവൃത്തിക്കായിട്ട് അവനെ സജ്ജമാക്കുന്ന ഒരു രാത്രിയായിരുന്നു. ആമേൻ. അത് പത്രോസിനെ അറിയത്തില്ല. സമയമായപ്പോൾ കർത്താവ് ഇവിടേക്ക് കടന്നു വന്നു. ഒരു ചെറിയ മീൻ പോലും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന പത്രോസിനോട് കർത്താവ് പറയുക, നീ ആഴത്തിലേക്ക് നീക്കിയ വലഭാഗത്ത് വലയെറിയുക. നാം ദൈവവചനത്തെ, ദൈവിക അരുളപ്പാടുകളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയാതിരിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് എന്തോ ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായിരിക്കുന്ന അവസ്ഥയിലും പോകുവാൻ വ്യഗ്രത കാട്ടുന്ന പത്രോസും അന്നേരം ഓർത്തു, ഏതായാലും ഇത്രയായില്ലേ, ഈ വാക്കിന് ഒരു വില കൊടുക്കാം. പറയുന്നുണ്ട്, നാഥൻ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ വാക്കിന് ഞാൻ വില ഇറക്കാം. ആ ഒരു ഒറ്റ വാക്കിന് വേണ്ടി പത്രോസ് കാണിച്ച വ്യഗ്രത, അത് ഏറ്റെടുക്കുവാൻ പത്രോസ് കാണിച്ചതായ ആ ഒരു ആവേശം, അത് പത്രോസിൻ്റെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിച്ചു. നമ്മുടെ പഠനത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ പരിചാരുവാൻ നാം പലപ്പോഴും വ്യഗ്രത കാട്ടാറില്ലേ? കുറ്റക്കാരൻ നാം തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. Let me tell you some important things from an incident of the Old Testament. പഴയ നിയമത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് 2-3 അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഈ രാത്രിയിലെ ചിന്ത അവസാനിപ്പിക്കണമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ നാം ദൈവത്തെ അന്വേഷിക്കണം. We must seek God in the midst of crisis. 2, ദൈവിക അരുളപ്പാടിനായി നാം വാഞ്ചിക്കണം. We must long for the word of God. 3, ദൈവത്തിൻ്റെ വചനം പ്രായോഗികമാക്കുവാൻ നാം തയ്യാറാകണം. We must be ready to practice the word of God. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കും. ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ഈ ഭാഗം ഞാൻ എടുത്തിരിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ്. ഇവിടെ ഒരു യുദ്ധമാണ് നമ്മൾ കാണുന്നത്. ഒരു യുദ്ധത്തിനായിട്ട് ഒരു രാജാവ് വേറൊരു രാജാവിനെ വിളിക്കുന്നു. ആ രാജാവും വഴി പോകുന്നതിന് ആ രാജാവിൻ്റെ അടുത്തോട് പോകുമ്പോൾ ആ രാജാവിനെ കൂടെ കൂട്ടി ഇങ്ങനെ 3 രാജാക്കന്മാർ ഒരുമിച്ച് ഒരു യുദ്ധത്തിന് പോകുകയാണ്. ഇവിടെ യുദ്ധം ആരംഭിക്കുന്നത് ഇസ്രായേൽ രാജാവായ യഹോരാമ. ഇസ്രായേൽ രാജാവായ യഹോരാം യഹൂദ രാജാവായ യഹോശഫാത്തിനെ യുദ്ധത്തിന് ക്ഷണിക്കുകയാണ്.
യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചു, ആലോചിച്ചു. തൻ്റെ കൊട്ടാരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ ആലോചിച്ചു. അയൽപക്കത്തെ രാജാവിനെ യുദ്ധത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവിക ആലോചന പ്രാപിക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ നാം തുടങ്ങുന്ന പല കാര്യങ്ങളും അവതാളത്തിലാകും. ദൈവിക ആലോചന ഏറ്റെടുക്കാതെ, പ്രാപിക്കാതെ നാം കടന്നു പോകുന്ന ഏത് സംരംഭങ്ങളും, തുടങ്ങുന്ന ഏത് സംരംഭങ്ങളും കുറച്ചു കഴിഞ്ഞ് അത് ഒരു വല്ലാത്ത അപകട സ്ഥിതിയിൽ എത്തപ്പെടും. ആമേൻ. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, നാം പലപ്പോഴും കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാറില്ല. വരുന്ന വഴിയിൽ കാണാമെന്നുള്ള അർത്ഥത്തിൽ നാം ഇറങ്ങി പുറപ്പെടുക. ആമേൻ. എന്നിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെയെങ്കിലുമൊക്കെ പഴിചാരാൻ, ആരുടെയെങ്കിലുമൊക്കെ മണ്ടയ്ക്ക് കുറ്റം കൊണ്ടുവെക്കാൻ, അവർ മുഖാന്തരമാണ്, ഇവർ മുഖാന്തരമാണ്, ഈ ആളിനെ വജസ്സാണ് എന്നൊക്കെ നമ്മൾ പറയാൻ കാര്യമാകും. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് യഹൂദ രാജാവ് യഹോശഫാത്ത്, ഇസ്രായേൽ രാജാവ് യഹോരാം, അതുപോലെ ഏദോം രാജാവ്, ഇവർ 3 കൂടി യുദ്ധത്തിന് പോകുന്നു. ഈ യഹോരാം രാജാവ് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ മകന്. അവനെക്കുറിച്ച് വായിക്കുന്നവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അപ്പോൾ അവിടെ ശത്രു രാജ്യമായിരുന്നു മോവാബ് രാജ്യം. ഈ മോവാബ് രാജാവായ മേശയ്ക്ക് അനവധി ആടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേൽ രാജാവ് തൻ്റെ അപ്പൻ ആഹാബിന് ഈ മേശ 1,00,000 കുഞ്ഞാടുകളും 1,00,000 ആട്ടുകൊറ്റന്മാരുടെ രോമം വർഷം തോറും കൊടുത്തു വന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് വിചാരിച്ചു, എന്തിനാണ് ഞാൻ ഇനി കൊടുക്കുന്നത്? അതുകൊണ്ട് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. അപ്പോഴാണ് ഇസ്രായേൽ രാജാവ് യഹോരാം യഹൂദ രാജാവ് യഹോശഫാത്തിനെ യുദ്ധത്തിന് വിളിക്കുന്നത്. അവൻ പറയുന്നു 7-ാം വാക്യത്തിൽ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബിനോട് യുദ്ധത്തിന് നീ എൻ്റെ കൂടെ പോരുമോ? യഹൂദ രാജാവ് യഹോശഫാത്ത് ആളെ ചോദിപ്പിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിൻ്റെ ജനവും എൻ്റെ കുതിരകളും നിൻ്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു തെറ്റ് യഹോശഫാത്ത് ദൈവഭയമുള്ള രാജാവാണെങ്കിലും ഒരു തെറ്റ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, അരുളപ്പാട് ചോദിക്കാതെയാണ് അദ്ദേഹവും ഇറങ്ങുന്നത്. അപ്പോൾ ചോദിച്ചു, നമ്മൾ ഏത് വഴി പോകണം? ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവ് ഏതോ രാജാവുമായിട്ട് ഏതോ മരുഭൂമി വഴിയായി പോകുന്നു. ഏതോ രാജാവിനെ കൂട്ടിക്കൊണ്ട് 3 പേരും കൂടെ പുറപ്പെട്ടു. നമ്മൾ വായിക്കുന്ന രസകരമായ ഒരു യാഥാർത്ഥ്യം, അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടിയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. ആമേൻ. 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെ യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. നോക്കണമേ, പ്രതിസന്ധി വന്നപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ആമേൻ. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ നല്ല മനസ്സോടെ ആയിരിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ മാത്രം അന്വേഷിക്കുന്ന ദൈവമായിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വേളകളിലും എല്ലാ സമയങ്ങളിലും അന്വേഷിക്കുന്ന ദൈവത്തെ പ്രതിസന്ധിയുടെ നടുവിൽ നാം അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉടനടി ആശ്വാസം കിട്ടും. ദാവീദ് പറയുന്നുണ്ടല്ലോ, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ദൈവത്തെ വിട്ട് ഒരു കാര്യം ദാവീദിന് ഓർക്കുവാനായിട്ട് സാധ്യമല്ല. ഇവിടെയാണ് നാം യഹൂദ രാജാവായ ദൈവഭയമുള്ള യഹോശഫാത്തിന്റെ ഇടപെടൽ കാണുന്നത്. ആമേൻ. വളരെ ബുദ്ധിയോടെ, വളരെ തന്മയത്വത്തോടെ മാത്രമാണ് യഹോശഫാത്ത് ഇടപെടുന്നത്. 11-ാം വാക്യത്തിൽ വായിക്കുന്ന, അപ്പോൾ എന്നാൽ യഹോശഫാത്ത് നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന്
ചോദിച്ചതിന്. അപ്പോൾ നോക്കണമേ, ഇസ്രായേൽ രാജാവ് ആണ് യഹോശാഫാത്തിനെയും ഏദോം രാജാവിനെയും വിളിച്ചുകൊണ്ട് വന്നത്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിലായപ്പോൾ ഇസ്രായേൽ രാജാവ് പരാതി പറയുക, കുറ്റം ദൈവത്തിന് മുമ്പിൽ കൊണ്ട് ചാരുക. ഞങ്ങളെ 3 പേരെയും ദൈവം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെ നശിപ്പിക്കാനാണോ, മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണോ? ആമേൻ. അപ്പോൾ യഹോശാഫാത്ത് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ ഇവിടെ പ്രവാചകൻ ആരുമില്ലെന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവായ യഹോരാമിനെ എലീശയെ കുറിച്ച് അറിയത്തില്ല. ആ ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ എലീശയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇത്രേ അറിയത്തുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവിൻ്റെ ശുശ്രൂഷകനായിരുന്നു, ഏലിയാവിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഏലിയാവിന് കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നോക്കണമേ, ദൈവമനുഷ്യൻ്റെ റെസ്പോൺസ് നോക്കണമേ. നമ്മൾ ചിന്തിച്ചെന്താണ്? പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കുക, എന്നിട്ട് ദൈവത്തിൻ്റെ വചനം, ദൈവിക അരുളപ്പാടിനായി നാം വാഞ്ചിക്കുക. 3, ഈ ദൈവിക അരുളപ്പാട് അല്ലെങ്കിൽ ദൈവവചനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ഇവിടെ യഹോശാഫാത്ത് അന്വേഷിക്കുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടിനെ. ഇവിടെ പ്രവാചകനില്ലയോ? അപ്പോൾ പറയുന്നു, ഏലിയാവിനെ വെള്ളമൊഴിച്ചു കൊടുത്ത ശാഫാത്തിൻ്റെ മകൻ എലീശ ഇവിടെയുണ്ട്. എവിടെയുണ്ട്? ഈ രാജ്യത്തുണ്ട്. ഇസ്രായേൽ രാജാവ് യഹോരാം താമസിക്കുന്ന ഈ രാജ്യത്ത് ഒരു പ്രവാചകനുണ്ട്. പക്ഷേ അത് ഇസ്രായേൽ രാജാവിനെ അറിയത്തില്ല. ആമേൻ. അപ്പോൾ ഈ ഗോഡ് ഫിയറിംഗ് മാൻ ആണ് ഈ യഹോശാഫാത്ത്, ദൈവത്തെ ഭയപ്പെടുന്ന ആൾ. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് അറിയാം, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ലോകത്തിന് സഹായിക്കാൻ പറ്റാത്ത, നമ്മുടെ സമ്പത്തിനോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചുറ്റുപാടുകൾക്കോ നാം ആശ്രയിച്ചിരിക്കുന്ന പലതിനും നമ്മെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു ദൈവവേദനയിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കണം, എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും. He knows only God can help us. ഈ ഒരു പ്രതികൂലത്തിന് നടുവിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അന്വേഷിക്കുന്ന യഹോശാഫാത്ത്. യഹോശാഫാത്ത് ഒരു തെറ്റ് ചെയ്തു. കാരണം ഇസ്രായേൽ രാജാവ് യുദ്ധത്തിന് വിളിച്ചപ്പോൾ ദൈവാലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാതെ ഇറങ്ങിത്തിരിച്ചു എന്നുള്ള ഒരു കുറ്റം യഹോശാഫാത്തിന് കയ്യിലുണ്ട്. എങ്കിലും താൻ ഒരു പ്രതിസന്ധിയിലായപ്പോൾ താൻ ചോദിക്കുന്നു, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനില്ലയോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എലീശ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ എന്താ യഹോശാഫാത്ത് പറഞ്ഞെന്നറിയാമോ? 12-ാം വാക്യം. എലീശ എന്ന് പേര് കേട്ടുടനെ ഓൺ ദ സ്പോട്ട് യഹോശാഫാത്ത് പറയുകയാണ്, അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവൻ്റെ പക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ദൈവിക അരുളപ്പാടിനായി വാഞ്ചിക്കുക, ലോങ് ഫോർ ദി വേർഡ് ഓഫ് ഗാഡ്, വചനത്തിനായി ദാഹിക്കുക. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും ഏതോ രാജാവും കൂടെ ആരുടെ അടുക്കൽ പോയി? എലീശയുടെ അടുക്കൽ പോയി. യഹോരാമിനോട് കാര്യമായി റെസ്പോൺസ് ഒന്നും എലീശ കാണിക്കുന്നില്ല. എന്നാൽ യഹോശാഫാത്ത് ഒരു ദൈവമനുഷ്യനാണെന്ന് എലീശയ്ക്ക് അറിയാം. അതുകൊണ്ട് പറയുന്നുണ്ട്, യഹോശാഫാത്തിൻ്റെ മുഖം ആദരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത്.
കാരണം യഹോശാഫാത്തിന് ഒരു കാര്യം അറിയാം, ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കും. ദൈവത്തിൻ്റെ ഒരാലോചന, ഒരരുളപ്പാട് ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധാരണ പ്രതിസന്ധി അല്ലത്. 7 ദിവസത്തെ വഴി നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ ചെല്ലുക. ഏതോ മരുഭൂമി. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി 7 ദിവസത്തെ വഴി പോയി മരുഭൂമിയിൽ ചെന്ന് അതിൻ്റെ നടുവിൽ വെള്ളമില്ലാതെ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധി അല്ല, ചെറിയ ഒരു പ്രതികൂലമല്ലത്. അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. പക്ഷെ അവിടെയും ദൈവഭയമുള്ള യഹോശാഫാത്ത് പറയുന്നു, നമുക്കിതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകും. ഇന്നെന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൂതറിയിക്കുകയാണ്. പ്രിയ ദൈവവൈതലേ, നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കൂടെ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് പിശാച് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റാരോ നിന്നോട് പല അഭിപ്രായങ്ങൾ പറഞ്ഞ് നിന്നെ കൂടുതൽ വിഷമത്തിലാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ദൈവത്തെ ഭയപ്പെടുന്ന, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന, നീ ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. ലോകം നോക്കുമ്പോൾ വിടുതൽ കാണത്തില്ല, സാഹചര്യങ്ങൾ നോക്കുമ്പോൾ വിടുതൽ കാണത്തില്ല, ദർശിക്കുന്ന പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു വിടുതൽ തീർച്ചയായിട്ടും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. 3 രാജാക്കന്മാർ, അസംഖ്യം മൃഗങ്ങളും മൃഗവാഹനങ്ങളും എല്ലാം. പക്ഷേ കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് മതി സകലത്തെയും സകല പ്രതിസന്ധികളെയും മറികടക്കാൻ. ആമേൻ. നമുക്കറിയാം, വെള്ളം മനുഷ്യ ജീവിതത്തെ സന്ധാരണത്തിന് ആവശ്യമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വെള്ളമില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ അവർ കിടന്ന് വലയുകയാണ്. ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വെള്ളം വേണം. 17 വാക്യത്തിൽ എലീശ പ്രവാചകൻ ദൂത് പറയുന്നു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനം കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ 16 വാക്യത്തിൽ, നിങ്ങൾ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. എവിടെയാ? മരുഭൂമിയിൽ. ഭവനത്തിൽ നിന്നും 7 ദിവസത്തെ വഴി ദൂരം. വെള്ളം കുടിക്കാനില്ലാതെ എല്ലാവരും ക്ഷീണിച്ച് വളരെ തളർന്ന് വളരെ പ്രതികൂലകരമായൊരവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എലീശ പറയുന്നു, താഴ്വരയിൽ കുഴികൾ കുട്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തമാശയായിട്ട് അല്ലെങ്കിൽ പോഷത്വമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ഈ വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പലപ്പോഴും അന്വർത്ഥമായി തീരുന്നത് ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങൾ നടുവിലാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് മാർത്തയോടും പറഞ്ഞു, മറിയോടും പറഞ്ഞു. മാർത്ത പറയുന്നു, ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ യേശു അവളോട് പറയുക, കുഞ്ഞെ, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ആമേൻ. എല്ലാം അസ്തമിച്ചു. 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി, ബോഡി ഡീക്കെ ആയി തുടങ്ങി, ജീവൻ വ്യാപരിക്കുന്ന ഒരു അനുഭവങ്ങളും അവിടെ ഇല്ല. പക്ഷെ ജീവൻ ഇല്ലാത്തടത്ത്, ജീവൻ നഷ്ടപ്പെട്ടിടത്ത്, ശൂന്യമായ അനുഭവത്തിൽ അവിടെ നിൽക്കുന്ന ജീവന്റെ ഉടയവനായ യേശു പറയുന്നു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. ജീവിതത്തിലെ വരൾച്ചകളെ, ശൂന്യതകളെ,
നാളുകളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വരണ്ട അവസ്ഥയെ മാറ്റുവാൻ കർത്താവിൻ്റെ ഒരു വാക്കു മതി. ആമേൻ. ഇന്ന് രാത്രി എത്ര പേര് അത് ഏറ്റെടുക്കും? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ ഒരു വാക്കു മതി ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുത്താലേ നടക്കത്തുള്ളൂ. ശൂന്യതയിൽ നിന്ന് നിന്നെ കരകയറ്റി നിറവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ. രാത്രിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുമെന്നാൽ ഉഷസ്സിൽ ആനന്ദ ഘോഷമുണ്ട്. നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ, നിന്റെ കണ്ണീരിനെ മാറ്റി, നിന്റെ രട്ട് മാറ്റി, നിന്നെ സന്തോഷത്തിൻ്റെ വസ്ത്രം, ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. പക്ഷേ കർത്താവിൻ്റെ വാക്ക് നീ ഏറ്റെടുത്താൽ മാത്രമേ മതിയാകൂ. ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് പത്രോസ് മടങ്ങിപ്പോയിരുന്നെങ്കിൽ ശിമോൻ പത്രോസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാർത്തയും മറിയയും നിരാശരായി വീട്ടിലിരുന്നെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു നിറവ് നൽകുവാൻ, ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം നൽകുവാൻ, നീ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ കൂടി നിന്റെ ജീവിതത്തിൽ സാധ്യമായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആയി തീരാൻ പോകുക, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമായി തീരാൻ പോകുക. പക്ഷെ ദൈവം പറയുന്നത് നീ ഏറ്റെടുക്കണം. ദൈവം പറയുന്നത് നിന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് അതാ ഞാൻ പറയുന്നത്. ഈ വചനം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ദൈവത്തെ അന്വേഷിക്കുക, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവിക അരുളപ്പാടിനെ വാഞ്ചിക്കുക. ദൈവിക അരുളപ്പാട് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. എലീശയുടെ വാക്കുകൾക്കല്ല ഇവിടെ വെയിറ്റ് ഉള്ളത്. ഏലിയാവിൻ്റെയോ എലീശയുടെ വാക്കുകൾക്കല്ല, ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. 7 ദിവസമായി നിങ്ങളിവിടെ ചുറ്റിക്കറങ്ങുന്ന നിങ്ങളോട് ദൈവം പറയുകയാണ്, ഈ അസാധ്യതയുടെ നടുവിൽ, ഈ ശൂന്യതയുടെ നടുവിൽ, ഒന്നുമില്ലാന്ന് വിചാരിച്ചു നിരാശരായിരിക്കും നിരാശയുടെ നടുവിൽ പ്രത്യാശയുടെ ചില കുഴികൾ വെട്ട്, പ്രത്യാശ നൽകുന്ന ചില കുഴികൾ വെട്ടാൻ തുടങ്ങുക. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ദൈവഭയമുള്ള, ദൈവത്തെ ആദരിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, യഹോശാഫാത്ത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം കുഴികൾ വെട്ടുവാൻ തുടങ്ങി. പ്രവാചകന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ അപ്പാടെ അതേപടി ഏറ്റെടുത്ത് പ്രായോഗിക തലത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് സംശയം ഉണ്ടാകാം, ഇതൊരു ഫൂളിഷ് പ്രപ്പോസൽ അല്ലേ? ഈ താഴ്വരയിലെല്ലാം ഒന്നാമത് ക്ഷീണിച്ച് വെള്ളം കിട്ടാതെ വലഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഇനി ഒരടി നടക്കാൻ വയ്യാത്ത രീതിയിൽ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ദാ പറയുന്നു, ഇവിടെ എല്ലാം കുഴികൾ വെട്ടാൻ, എത്രയും കുഴി വെട്ടാമോ അത്രയും കുഴി വെട്ടാം. ഇതാണോ വാസ്തവത്തിൽ നീ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന വചനം? നിരാശയുടെ നടുവിലിരിക്കുമ്പോൾ ഇതാണോ കർത്താവേ നിനക്കെന്നോട് പറയാനുള്ളത്? ഒരുപക്ഷെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കർത്താവേ നിനക്ക് മറ്റൊന്നും പറയാനില്ലേ? ഇതാണോ നിനക്ക് പറയാനുള്ളത്? ദാഹം കൊണ്ട് ചാകാൻ തുടങ്ങുമ്പോൾ ഈ മരുഭൂമിയിൽ കുഴികൾ വെട്ടാനോ? അതൊരു ഹാർഡ് വർക്കല്ലേ? അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമല്ലേ? ആമേൻ. ഓർക്കണമേ, നാളുകളായി മഴ പെയ്യാത്ത സ്ഥലമാണ്. നാളുകളായി മഴ പെയ്യാത്ത, വളരെയധികം കട്ടിപിടിച്ച കല്ലുപോലെ ഉറച്ചിരിക്കുന്ന പ്രതലമുള്ള ആ മരുഭൂമി താഴ്വര. അവിടെ കുഴികൾ വെട്ടാന്ന് പറഞ്ഞാൽ ഇത്ര ആയാസകരമായൊരു കാര്യമല്ല, അത്ര എളുപ്പമുള്ള പണിയല്ല. വളരെയധികം ആത്മവിശ്വാസവും വളരെയധികം അധ്വാനവും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലേ
ചില കുഴികൾ അവിടെ വെട്ടാൻ സാധ്യമാകി. ഹല്ലേലൂയ. ഒരു ഹോപ്പില്ലാത്ത സാഹചര്യം. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു കുഴികൾ വെട്ട്. കുഴി എന്നല്ല പറഞ്ഞ കുഴികൾ വെട്ടാൻ. ആമേൻ. വളരെ പ്രതികൂലത്തിന് നടുവിലായിരിക്കുമ്പോൾ കർത്താവ് ചിലത് പറയുമ്പോൾ നമുക്ക് അസാധ്യമായിട്ട് തോന്നാം. പത്രോസിനോട് പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ അധ്വാനിച്ച് കടലിൻ്റെ മീൻ്റെയും കടലിൻ്റെയും എല്ലാം ഭൂമിശാസ്ത്രങ്ങളെ മുഴുവനും അറിയാമെന്ന പത്രോസ്. ആ പത്രോസിനോട് യേശു പറയുക പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കാൻ. ഒരിക്കലും നടക്കാത്ത കാര്യം. കുറച്ചു നേരം മുമ്പ് ഞാനിവിടെ എല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ പത്രോസ് യേശുവിൻ്റെ വാക്കിന് വില കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് നീ വില കൊടുക്കാൻ തയ്യാറാണോ? നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ നിന്നോട് ദൂത് കൈമാറുക. നീ വിശ്വസിക്കുന്നതിനപ്പുറമായ ഒരു മേഖലയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അസാധ്യമെന്ന് തോന്നുന്ന പലതും കർത്താവിന് മുമ്പിൽ അസാധ്യമല്ല കേട്ടെ. ഹല്ലേലൂയ. ശൂന്യതയായിരിക്കാം, പിശാച് വന്ന് ചെവിയിൽ മന്ത്രിക്കുന്നുണ്ടായിരിക്കാം, ഇത് വರ್ತല്ല, ഇതൊരിക്കലും നടക്കത്തില്ല, പ്രയോജനമില്ല, ഇതൊരു വേറും പാഴ്വേലയാ, നിങ്ങളാ തുടങ്ങിയിരിക്കുന്ന കാര്യം അത് ശുഭാപ്തി, അത് മുമ്പോട്ട് പോകത്തില്ല എന്നൊക്കെ പിശാച് വന്ന് ചെവിയിൽ മന്ത്രിച്ച് നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ മുമ്പിലുള്ള സാഹചര്യത്തെ നോക്കാതെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചുകൊണ്ട് കുഴികൾ കുഴിക്കാൻ കഴിയുമോ? ഈ കുഴികൾ കുഴിക്കാൻ ഭൂമിശാസ്ത്രപരമായോ സയൻറ്റിഫിക്കലായോ യുക്തിപരമായോ മാനുഷികമായോ ഒരു റീസൺ ഇവിടെ നിരത്താനായിട്ടില്ല. ഒന്നും ഇവിടെ പ്രാക്ടിക്കബിൾ, ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഈ കുഴികൾ വെട്ടണമെങ്കിൽ അത് ഒറ്റ ഒരു കാര്യത്തിലേ നടക്കത്തുള്ളൂ, വിശ്വാസത്താൽ വെട്ടണം. വിശ്വാസത്താൽ ചില കുഴികൾ കുഴിക്കാൻ നീ തയ്യാറാണോ? ആമേൻ. തയ്യാറാണെങ്കിൽ മേക്കപ്പ് യുവർ മൈൻഡ് ഫോർ ദാറ്റ്. നീ നിന്നെ തന്നെ അതിനായിട്ട് ഒരുക്കണം. ആ വാഗ്ദത്തത്തിൽ നീ കയറി മുറുകെ പിടിക്കണം. കർത്താവ് പറഞ്ഞു ചില കുഴികൾ വെട്ടാൻ. വിശ്വാസത്താൽ ചില കുഴികൾ കുഴിക്കുവാൻ തുടങ്ങുമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാണ്. എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. കാറ്റും മഴയൊക്കെ ബന്ധപ്പെട്ടതാണല്ലോ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാറ്റും മഴയില്ലാത്ത സ്ഥലത്ത് ആരാ കുഴികൾ വെട്ടുന്നത്? ഈ കുഴികൾ വെട്ടുന്നത് വിശ്വാസത്താല. ഈ കുഴികളിൽ വെള്ളം നിറയുന്നത് വിശ്വാസത്താല. ഈ കുഴികളിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങുന്നത് വിശ്വാസത്താല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളെ മൃഗവാഹനങ്ങളും നിങ്ങളെ ആടുമാടുകളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. കുഴി കുഴിക്കാനേ പറഞ്ഞുള്ളൂ. കർത്താവദാസൻ പറയുക, ഈ താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാണ്. എവിടുന്ന് വരും വെള്ളം? ആർക്കും അറിയത്തില്ല. ഈ വെള്ളത്തെ കൊണ്ടുവരുന്നത് വിശ്വാസമാണ്. 18 വാക്യത്തിൽ ഇത് പോരാന്ന് തോന്നുമാറ് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ആമേൻ. ഇത് പോരാന്ന് ദൈവത്തിന് തോന്നിയിട്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പോരാ എന്ന്. ഏത് പോരാ? വിശ്വാസത്താൽ ചില കുഴികൾ കുഴിച്ചു, ആ കുഴികളിൽ വെള്ളം നിറച്ചു, താഴ്വരയിൽ വെള്ളം ധാരാളം കടന്നു വന്നു,
മൃഗങ്ങളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം താഴ്വര വെള്ളം കൊണ്ട് നിറയും. പോരായോ? അത് പോരായോ? അതല്ലേ അവർ ചോദിച്ചുള്ളൂ. പക്ഷെ ദൈവത്തെ ആദരിക്കാൻ നീ മനസ്സ് വെക്കുമ്പോൾ, ആമേൻ, എന്തോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൂത് കൈമാറുക. ദൈവത്തെ ആദരിക്കാൻ, ദൈവത്തെ മാനിക്കാൻ, ദൈവത്തെ ഭയപ്പെടാൻ നീ മനസ്സ് വെക്കുമ്പോൾ നീ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം കടന്നുപോയി നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പോരാന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ എന്തിനായിട്ട് ഇറങ്ങിയത്? മോവാബിനെ തോൽപ്പിക്കാനല്ലേ? നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്? അല്ലല്ലോ. കൂടെ വന്ന യഹോശാഫാത്ത് ദൈവഭയമുള്ള രാജാവല്ലായിരുന്നു? അദ്ദേഹം പോലും ചോദിച്ചില്ലല്ലോ. എന്നിട്ടും പ്രതിസന്ധിയുടെ നടുവിലായിരുന്നപ്പോൾ ദൈവം കൈവിട്ടില്ല. 19 വാക്യത്തിൽ, നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചുകളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവായിട്ട് ചീത്തയാക്കുകയും ചെയ്യും. ഇതൊന്നും ചോദിച്ച കാര്യമല്ല, ഇതൊന്നും ആഗ്രഹിച്ച കാര്യം പോലുമല്ല. പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിൽ ഒരാൾ ദൈവത്തെ മാനിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ കണ്ടോ? ആമേൻ. കടന്നു വന്ന കൂട്ടത്തിൽ ഒരാൾ ദൈവത്തെ മാനിക്കാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ മാനിച്ചു മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ആമേൻ. ഒരു സാധ്യതയുമില്ലെന്ന് തോന്നുന്ന സ്ഥാനത്ത്, പ്രതിസന്ധികളുടെ നടുവിൽ ഒരു പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ, ആമേൻ, ദൈവത്തിന് ചില വഴികൾ തുറക്കുവാൻ സാധിക്കും. ബേർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്ന ഹാഗാറിന്റെ മുമ്പിൽ എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെട്ടു. സാധ്യതകളെല്ലാം അവിടെ അസ്തമിച്ചു പോയി. ഈ ലോകത്തിൽ ആരും തന്നെ സഹായിക്കാനില്ല. ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞും ഞാനും മരിക്കുവാൻ പോവുകയാണ്. കുഞ്ഞിനെ മരണം എനിക്ക് കാണേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ട് അവിടെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ എല്ലാ ഗതിവിധികളെയും എല്ലാ സഞ്ചാരപാതകളെയും റൂട്ടുകളെയും എല്ലാം റൂട്ട് മാപ്പുകളെ പോലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ആ ദൈവം കൈവിടാത്ത ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അത്യാവശ്യങ്ങളിൽ മാത്രം കണ്ടുമുട്ടേണ്ട, ആവശ്യഘട്ടങ്ങളിൽ ആവൽഘട്ടങ്ങളിൽ മാത്രം ഉപകരിക്കേണ്ട, സങ്കടത്തിനും അനർത്ഥത്തിനും നടുവിൽ മാത്രം ഓടി വന്ന് സഹായിക്കേണ്ട ഒരു ശക്തിയായിട്ട് മാത്രമാണോ താങ്കൾ കാണുന്നത്? ആമേൻ. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൻ മേലിരിക്കുമെന്ന് ദാവീദ് എന്തുകൊണ്ട് പറഞ്ഞു? ജീവിതത്തിന്റെ എല്ലാ വേളകളിലും കൂടിയിരിക്കുന്ന ദൈവമാണോ നിങ്ങൾക്കുള്ളത്? അത് വല്ലപ്പോഴും മാത്രം വിസിറ്റ് ചെയ്തൊരു ദൈവമാണ്? 145 സങ്കീർത്തനത്തിന്റെ 18 വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. ആ വാക്യം ഒന്നുകൂടെ ഉറപ്പിച്ചോടെ എഴുതിയിരിക്കുക. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവ സമീപസ്ഥനെന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദിലെ, താങ്കൾ സത്യമായിട്ടാണോ ദൈവത്തെ വിളിക്കുന്നത്? അതോ ആവശ്യങ്ങളിൽ മാത്രം
സഹായത്തിനായിട്ട് ഓടിച്ചെല്ലുന്ന ഒരു അനുഭവമാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? ആമേൻ. തൻ്റെ രാജ്യത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നിട്ട് ഇസ്രായേൽ രാജാവ് യെഹോരാമിന് അതറിയത്തില്ല. തൻ്റെ രാജ്യത്ത് യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ട് അത് യഹോരാമിന് അറിയത്തില്ല. താനൊരു പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ നിന്ന് കരകയറുവാൻ തൻ്റെ രാജ്യത്ത് തന്നെയുള്ള ദൈവത്തിൻ്റെ പ്രവാചകന് എന്നെ സഹായിക്കാൻ കഴിയുമെന്നുള്ള വാസ്തവം തനിക്കറിയത്തില്ല. നിന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ചോദിക്കുന്നു. നിന്റെ ജീവിതത്തിൽ കൂടെ കൂടെ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നീ നിരാശയായി സങ്കടത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം നിന്നോട് ദൈവാത്മാവ് ചോദിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നിന്നെ കൊണ്ടെന്ന് നിനക്കറിയത്തില്ലയോ? നിന്റെ ശൂന്യത മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ കൂടെ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് നിനക്കറിയത്തില്ലയോ? ഈ ദൈവമായുള്ള കണക്ടിവിറ്റി അത് ആക്റ്റീവാണോ? എപ്പോഴും റേഞ്ചിനകത്ത് ദൈവമുണ്ടോ? ദൈവം വിളിക്കുമ്പോഴെല്ലാം, ദൈവം അന്വേഷിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ റേഞ്ചിനകത്ത് താങ്കളും ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2 കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ദൈവത്തിലെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവം എന്തെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ആമേൻ. രാത്രി ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? വിശ്വാസത്താൽ ചില കുഴികൾ കുടിക്കാൻ നീ തയ്യാറാണ്? രാത്രി ധൈര്യത്തോടെ ആയിരിക്കാം, പ്രത്യാശയോടെ ആയിരിക്കാം. നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മെ അറിയുന്ന ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തെ നാം അറിഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രതിസന്ധി വരുമ്പോഴല്ല ദൈവത്തെ ഓടിപ്പോയി വിളിക്കേണ്ടത്. പ്രതിസന്ധി വരുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന, പരിചയമുള്ള, എന്നും സംസാരിക്കുന്ന ദൈവമുണ്ടായിരിക്കണം. നീ ഇന്ന് രാത്രി ചില കുഴികൾ കുടിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭയപ്പെട്ടിരിക്കുന്ന, നീ നിരാശപ്പെട്ടിരിക്കുന്ന ആ മേഖലകളിൽ ചില നിറവുകൾ, ചില കുഴികൾ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയായി മാറട്ടെ. ദൈവം നിങ്ങളേവരെയും ഈ രാത്രി സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെല്ലാവരും മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.